السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സൂറത്ത് ആലെ ഇമ്രാനിലെ 49-ാമത്തെ ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ورسولا إلى بني إسرائيل أني قد جئتكم بآية من ربكم أني أخلق لكم من الطين كهيئة الطير فأنفخ فيه فيكون طيرا بإذن الله. ഈസ അലൈഹിസ്സലാമിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആയത്തുകളിൽ മറിയം ബീവിയെ പറ്റിയും അവരുടെ സക്കരിയ അലൈഹിസ്സലാമിനെ പറ്റിയും ഒക്കെ ചരിത്രം ഇങ്ങനെ പറഞ്ഞു വന്ന കഥ, അങ്ങനെ ഇത് കഥയായിട്ട് തന്നെയാണ് പറയുന്നത്. സംഭവിച്ച കാര്യങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു. മിഹ്റാബിൽ വെച്ചിട്ട് ഭക്ഷണം കിട്ടിയതും അത് അനുബന്ധമായിട്ട് ബൈത്തുൽ മുഖദ്ദസിൽ നടന്ന സംഭവങ്ങളും സക്കരിയ അലൈഹിസ്സലാം മകന് വേണ്ടി പ്രാർത്ഥിച്ചതും ഒക്കെ പറഞ്ഞു. അങ്ങനെ യഹിയ എന്ന പ്രവാചകൻ, യഹിയ അലൈഹിസ്സലാം ഒരു നബിയെ സക്കരിയക്ക് മകനായിട്ട് കൊടുക്കുകയും അതുപോലെ ഈസാ നബിയും യഹിയ രണ്ട് അതേ കാലഘട്ടത്തിൽ ഒരേ നാട്ടിൽ തന്നെ ഉണ്ടാവുകയൊക്കെ ചെയ്തു. പക്ഷെ ആ നാടും പരിസരമൊക്കെ മൂസ അലൈഹിസ്സലാമിൻ്റെ ശേഷം തൗറാത്തിൻ്റെ ദുർവ്യാഖ്യാനങ്ങളിലും ജൂതന്മാർ അവരവരുടേതായ നിയമങ്ങൾ പടച്ചുണ്ടാക്കിയിട്ട് വല്ലാതെ ദീനിനെ വികൃതമാക്കിയ ഒരവസ്ഥയുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. കാരണം അതിലേക്കാണ് ജൂതന്മാരുടെ തോന്നിവാസങ്ങൾക്കെതിരെയാണ് ഈസാ അലൈഹിസ്സലാമിൻ്റെ പ്രവാചക നിയോഗം വരുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈസാ അലൈഹിസ്സലാം അവിടെ വരേണ്ടത് പ്രസക്തി ഉണ്ടാകുന്ന, ഒരു പ്രവാചകൻ കഴിഞ്ഞ് മറ്റൊരു പ്രവാചകന് പ്രസക്തി ഉണ്ടാകുന്ന സമയത്താണ് പ്രവാചകന്മാരെ അള്ളാഹു അതാത് കാലഘട്ടങ്ങളിൽ നിയോഗിക്കാറുള്ളത്. എല്ലാ പ്രവാചകന്മാരും ഒരു കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പുതിയ പുതിയ കാര്യങ്ങളല്ല ഒരു പ്രവാചകനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് ഇതന്നെയാണ് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏകദൈവ വിശ്വാസം, പ്രവാചകത്വം, പരലോക ജീവിതത്തെപ്പറ്റി, ഇത് അടിസ്ഥാന ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. വറസൂലൻ ഇലാ ബനീ ഇസ്രായീൽ, ഇസ്രായേൽ സമൂഹത്തിന്, ഇസ്രായേൽ മക്കളിലേക്ക് ഒരു പ്രവാചകൻ വരുമെന്നുള്ള വിഷയം അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇസ്രായേലും ജൂതന്മാരും അവർക്കും അറിയാം ഇസ്രായേൽ മക്കളിലേക്ക് ദൂതനായി നിയോഗിക്കും എന്ന്. അതായത് ഈസാ അലൈഹിസ്സലാമിൻ്റെ കാര്യമാണ്. ഖദ് ജിഅ്തുകും ബിആയത്തിൻ മിർ റബ്ബിക്കും, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള തെളിവുകളുമായാണ്. അപ്പോൾ തെളിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചീല് മാത്രമല്ല അവിടെ തെളിവ്, അത്ഭുത ദൃഷ്ടാന്തങ്ങൾ. പ്രവാചകന്മാർ ഒരുപാട് കഴിഞ്ഞ ലോക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള പ്രവാചകന്മാർ ഒരുപാട് അത്ഭുത പ്രവർത്തനങ്ങൾ കാണിച്ചിട്ടുണ്ട്. അത് മൂസ അലൈഹിസ്സലാം വടികൊണ്ട് കടലിനെ അടിച്ച് പിളർത്തിയതാവട്ടെ, അല്ലെങ്കിൽ ഒരു പാറയിൽ അടിച്ച് വെള്ളം വന്നതാവട്ടെ, ഇതൊക്കെ അത്ഭുത പ്രവർത്തികൾ, അതായത് അമാനുഷികമായ കാര്യങ്ങളെയാണ് നമുക്ക് അങ്ങനെ പറയാൻ. അങ്ങനെയുള്ള ആയാത്തുകളും കൊണ്ടിട്ടാണ്, ദൃഷ്ടാന്തങ്ങളും കൊണ്ടാണ് പ്രവാചകന്മാർ വരാറുള്ളത്. വടി നിലത്തിട്ട് പാമ്പായി മൂസ അലൈഹി സ്വലാമിൻ്റെ ചരിത്രം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാം തീയിലെറിയപ്പെട്ടു, പക്ഷേ തീയെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അത്ഭുതം എന്നല്ല, ബിഇദിനില്ല ഇവിടെ പറയുന്ന വാക്ക് തന്നെ ഉണ്ട്. അപ്പം ബിഇദിനില്ല ഇവിടെ ബിഇദിനില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതായത് അടുത്തു വന്ന് നിങ്ങൾക്കായി കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കി, അതായത് ത്വയ്ർ കഹൈഅത്തി ത്വയ്ർ, ഒരു പക്ഷിയുടെ രൂപം ഉണ്ടാക്കുകയും ഫഅൻഫുഖ് ഫീഹി ഫയകൂന ത്വയ്റൻ ബിഇദിനില്ല. ബിഇദിനില്ല എന്ന പദം മലയാളികൾ കുറവാണ് ഉപയോഗിക്കില്ല, നമ്മളത് ഉപയോഗിക്കേണ്ട ഒരു വാക്കാണ് കേട്ടോ. കാരണം ഞാൻ യുഎഇയിലുള്ള സമയത്ത് അറബ്സുമായിട്ട് പല കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഫലസ്തീനിലെ അറബികളൊക്കെ കാണുമ്പോൾ ഞാൻ വല്ലാതെ വൈകാരികമായിട്ട് അവരോട് കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. നമ്മുടെ ഒരു വൈകാരിക പ്രശ്നം കൂടിയാണല്ലോ ഫലസ്തീൻ. അപ്പോൾ അവർ പറയും അത് ഇതിനില്ല,
ഖദ്ദറല്ലാഹ് ബിഇദ്നില്ല എന്ന് വെച്ചാൽ ജീവിതത്തിൽ എന്ത് വിഷയങ്ങളാണെങ്കിലും അള്ളാഹിൻ്റെ അനുമതി ഉണ്ടല്ലേ നടക്കുകയുള്ളൂ. നമ്മൾ ഒരു വലിയ പ്രതീക്ഷയും കാര്യമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. നമ്മൾ ബിസിനസ്സിലൊക്കെ വലിയ പ്ലാനിങ് ഒക്കെ ചെയ്യുന്ന ആളുകളാണ് പല കാര്യത്തിലും. പക്ഷേ ബിഇദ്നില്ല അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടിയാണെങ്കിൽ അതൊക്കെ നടക്കും എന്നത് മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇവിടെ പക്ഷിയുടെ കളിമണ്ണ് കൊണ്ടുള്ള രൂപമുണ്ടാക്കി അതിൽ റൂഹിനെ, ആത്മാവിനെ അത് ജീവിപ്പിച്ചു എന്നത് ഈസാ അലൈഹിസ്സലാം ചെയ്ത അത്ഭുത പ്രവർത്തനമാണ്. അങ്ങനെ ഒരുപാട് അത്ഭുത പ്രവർത്തനങ്ങൾ നടത്തി. അപ്പോൾ അത് ബിഇദ്നില്ല അള്ളാഹുവിൻ്റെ അനുമതിയോട് കൂടി തന്നെയായിരുന്നു. പിന്നെ അതുപോലെ വഉബ്രിഉൽ അക്മഹ വഅബ്റസ, അതായത് പാണ്ഡുരോഗിയായ ആളുകൾ, കണ്ണില്ലാത്ത ആളുകൾ, അന്ധനായ ജന്മനാ അന്ധനായ ആളുകൾ, അക്മഹ വൽ അബ്റസ പാണ്ഡുരോഗി, വഅഹയിൽ മൗത ബിഇദ്നില്ല മാത്രമല്ല മരിച്ച ആളുകളെ ജീവിപ്പിച്ചു എന്നതാണ്. അത് അള്ളാഹുവിൻ്റെ അനുമതിയോടെ മരിച്ചവരെ ജീവിപ്പിച്ചു എന്നാണ് അതിൻ്റെ ചരിത്രം പറയുന്നത്. ഒരിക്കലും ഒരു ശവമഞ്ചം എന്ന് പറഞ്ഞാൽ മയ്യത്തും കട്ടിലിങ്ങനെ പോണ സമയത്ത് ഈസാ അലൈഹി സ്വലാം അത് കാണുകയാണ്. അപ്പോൾ അവരോട് അത് മയ്യത്തും കട്ടിൽ താഴെ ഇറക്കാൻ പറഞ്ഞു. അള്ളാഹുവിൻ്റെ അനുമതിയോടെ ഇതിനില്ല എഴുന്നേൽക്കൂ സഹോദര എന്ന് പറഞ്ഞു. അങ്ങനെ എഴുന്നേറ്റു. അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു എന്നൊക്കെ പറയപ്പെടുന്നു ചരിത്രത്തിൽ. എന്തായാലും അങ്ങനെ അത്ഭുതം, മരിച്ചവരെ ജീവിപ്പിക്കുക അടക്കം. കാരണം ഇതൊക്കെ പ്രവാചകത്വത്തിൻ്റെ തെളിവായി ആ കാലഘട്ടത്തിൽ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ, തൗഹീദിലേക്ക് അവർ വരാനുള്ള ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു കാണിക്കുകയാണ്. അതൊക്കെ ഇതിനില്ല എന്ന വാക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇതാണ് ദുരുപയോഗം ചെയ്ത വാക്ക്. ക്രൈസ്തവ ലോകം, പ്രവാചകനെ പിടിച്ച് ദൈവമാക്കിയ ക്രൈസ്തവ ലോകം, അവർ കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ അബദ്ധം, ലോകത്ത് ഏറ്റവും വലിയ ബ്ലണ്ടർ, ഏറ്റവും വലിയ അബദ്ധം എന്ത് എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. ഈ ക്രൈസ്തവ ലോകത്ത് ഭൂരിഭാഗം എന്നൊക്കെ പറയുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളും ക്രിസ്ത്യാനിസം ആ സംഭവത്തെ തന്നെ തള്ളി പറയുന്നുണ്ട്. അത് തുടർന്നുള്ള വിഷയത്തിൽ പറയുന്നുണ്ട്. അപ്പം ഈ ഈസാ അലൈഹിസ്സലാം പ്രവാചകൻ എന്നതിൻ്റെ ആ പദവിയെ ദൈവത്തിൻ്റെ പങ്കു ചേർക്കുന്ന ഷിർക്കിലേക്ക് അത് വഴിമാറിയതിൻ്റെ ഫലം ആ ബിഇദ്നില്ല എന്നതിൽ അള്ളാഹിൻ്റെ അനുമതിയോടെ ചെയ്ത കാര്യങ്ങളാണ്. وَأُنَبِّئُكُم بِمَا تَأْكُلُونَ وَمَا تَدَّخِرُونَ ഫീ ബുയൂതിക്കും, നിങ്ങളെ പെരയിൽ നിങ്ങളെ വീട്ടിൽ ഉണ്ടാക്കി വെച്ച ഭക്ഷണം എന്താണോ, അല്ലെങ്കിൽ വീട്ടിൽ എന്തൊക്കെ ഫുഡുണ്ടോ അത് ഞാൻ ഇവിടുന്ന് പറഞ്ഞുതരാം. അതും പറ്റുന്ന അത്ഭുത പ്രവർത്തനങ്ങൾ ഈസാ അലൈഹിസ്സലാം ചെയ്തു. ഇന്ന ഫീ ദാലിക ലആയതൻ ലഅല്ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ. ഇതൊക്കെ ഈ അടയാളങ്ങളൊക്കെ കാണിച്ചു തരുന്നത്, ഈ ആയാത്തുകളൊക്കെ കാണിച്ചു തരുന്നത് നിങ്ങൾ സത്യവിശ്വാസികളാവാൻ വേണ്ടിയാണ്. അതിന്നൊക്കെ നിങ്ങൾക്ക് സത്യത്തിലേക്ക്, തൗഹീദിലേക്ക്, ഏകദൈവ ദൃഷ്ടാന്തമായിട്ട് ഏകദൈവത്വത്തിലേക്കുള്ള ദൃഷ്ടാന്തങ്ങളായി കാണിക്കുന്ന കാര്യമാ ഈസാ അലൈഹിസ്സലാം അത് അവരോട്, ജനങ്ങളോട് പറഞ്ഞു. മാത്രമല്ല ഈ വാവിനെ ചേർത്തത് ഈ കാര്യത്തിലേക്കാണ്. ഈ അത്ഭുത ദൃഷ്ടാന്തങ്ങളൊക്കെ കാണിക്കുന്നത് വമുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത്ത് തൗറാത്ത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള തൗറാത്തിനെ, അവിടെ കയ്യിൽ തൗറുണ്ട്, ആ തൗറാത്ത് എന്ന് പറയുന്ന വേദഗ്രന്ഥം, ഫുർഖാൻ, അള്ളാഹുവിൻ്റെ ദൈവിക നിയമങ്ങൾ, അവരതൊക്കെ മാറ്റി എന്നുള്ള വേറെ വിഷയമാണ്. പക്ഷേ അതിനെ സത്യപ്പെടുത്താനാണ് വന്നത്. ഞാൻ പുതിയ മതമൊന്നും കൊണ്ടുവരുന്നില്ല. ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമ്പോഴും പുതിയ മതമില്ല. അവിടെ സമകാലീനായ യഹിയ പ്രവാചകൻ്റെ, യഹിയ അലൈഹിസ്സലാമിൻ്റെയും സത്യം, ഇവരൊക്കെ ഒരു പ്രവാചക പരമ്പരയാണ്. ആരും നിഷേധിക്കാൻ വന്നതല്ല. വലിയുഹില്ല ലക്കും ബഅദല്ലദീ ഹുർരിമ അലൈക്കും. എന്നാൽ നിങ്ങൾ അതിൻ്റെ ഇടയിൽ പടച്ചുണ്ടാക്കിയ നിങ്ങളുടെ ആ കാലഘട്ടത്തിൽ, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ഈ തൗറാത്ത് ജൂതന്മാർ ദുരുപയോഗം ചെയ്യുകയും അതിൽ കൂട്ടിച്ചേർക്കുകയും ചില കാര്യങ്ങൾ അവർ ഹലാൽ ഹറാമാക്കി, ഹറാം ഹലാലാക്കി. അതൊക്കെ ഒന്ന് തിരുത്താനും കൂടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് കാലങ്ങളായി ജൂതന്മാർ അവരുടെ മതവേദ ദർശനങ്ങളിൽ അള്ളാഹുവിൻ്റെ ദൈവിക നിയമങ്ങളെ അവർക്ക് തോന്നിയ പോലെ മാറ്റി. ഇന്നത്തെ മുസ്ലിം സമുദായത്തിലെ, കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തുള്ള മുഴുവൻ സമുദായവും എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. പല ആചാരങ്ങളും, ബിദ്അ ആശയങ്ങൾ,
പുതിയ കടത്തിച്ചേർക്കപ്പെട്ട ആശയങ്ങൾ ഒരുപാടാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പം ഞാൻ തന്നെ എൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ പറഞ്ഞെന്ന് വിചാരിക്കുക, എനിക്കിപ്പോൾ കേരളത്തിലെ ഇന്ന മുസ്ലിം മത സംഘടനകളോട് വല്ലാത്ത ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അവരുടെ ആശയങ്ങളെ ഈ ഖുർആൻ ക്ലാസ്സിൽ ഇങ്ങനെ ചേർക്കാൻ തുടങ്ങിയാൽ അത് എൻ്റെ ആശയമാകും, അള്ളാഹിൻ്റെ കലാമാവില്ല. അപ്പോൾ പറയേണ്ട പോലെ പറയണം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ച കൂട്ടത്തിൽ മെഹ്റാബിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സ്ത്രീകൾ പള്ളി പ്രവേശനം. അപ്പോൾ അത് പറഞ്ഞപ്പോൾ താഴെ ചർച്ചയായി. കാരണം കേരളത്തിൽ നൂറ്റാണ്ടുകളായിട്ട്, ഒരു പക്ഷെ എത്ര നൂറ്റാണ്ട് ഈ ചർച്ച മുന്നോട്ട് പോകുന്നറിയില്ല, നിലനിൽക്കുന്ന ഒരു ചർച്ചാ വിഷയമാണ് പള്ളിയിൽ പെണ്ണുങ്ങൾ പോകണമെന്നൊരു കൂട്ടർ, പോകണ്ടെന്നൊരു കൂട്ടർ, അല്ലേ? അതിൻ്റെ കുറേ കമൻസിലൊക്കെ പലരും ചർച്ച ചെയ്യുന്നു, കുറേ ആളുകൾ മെസ്സേജ് ചെയ്യുന്നു. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, ഈ വിഷയം ഒരു ടോപ്പിക്കായിട്ട് തന്നെ ഒരു വീഡിയോ വേറെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാലും പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു പോവാണ്. പള്ളിയിൽ സ്ത്രീകളെ ഖുർആനോ ഇസ്ലാമോ വിലക്കിയിട്ടില്ല, ഹറാം ആക്കിയിട്ടില്ല. അത് ആദ്യം നമ്മൾ എല്ലാവരും അംഗീകരിക്കേണ്ട കാര്യമാണ്. അതാരും നിഷേധിക്കൂല. ഓക്കെ, 1. 2, പള്ളിയിൽ നിർബന്ധമാക്കിയിട്ടുമില്ല, ഫർദാണ് പെണ്ണുങ്ങൾ പള്ളിയിൽ പോകണം. അതിൻ്റെ കാരണം സ്ത്രീകൾ പുരുഷനെ പോലെയല്ല, ശാരീരികമായും മാനസികമായിട്ടും അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അവർക്ക് അങ്ങനെ ഒഴിഞ്ഞപ്പം മക്കൾ, പ്രധാനമായിട്ട് ഒരു കാര്യം പറയാം, കുഞ്ഞു മക്കളുള്ള ഒരു സ്ത്രീ, അല്ലെങ്കിൽ ഡെലിവറി പീരീഡ്, അല്ലെ അതൊന്നുമല്ല, ഇനി മാസമുറയുള്ള പെണ്ണ്, ഇതിനൊക്കെ എങ്ങനെയാണ് പള്ളിയിൽ ആണിനെ പോലെ പോകാൻ സാധിക്കുക? അതുകൊണ്ട് ഒരിക്കലും നിർബന്ധം വിശുദ്ധ ഖുർആനോ ദീനോ ആക്കിയിട്ടില്ല, ഒരു കാലത്തും ചരിത്രത്തിൽ അതില്ല. എന്നാൽ വിലക്കിയിട്ടില്ല. അവർക്ക് വീട്ടിൽ നിന്ന് നിസ്കരിച്ചാലും പള്ളിയിൽ നിന്ന് ഉള്ള കൂലി തന്നെയാണ്. വീട്ടിൽ നിന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കാം, പക്ഷേ അതെല്ലാം നിസ്കരിക്കാം. പക്ഷേ ഇവിടെ പള്ളി പോണ്ട എന്ന് പറഞ്ഞിട്ട് മതിൽ കെട്ടാൻ നമുക്ക് ഒരിക്കലും അനുവാദമില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്നാൽ പള്ളിയിൽ വരണമെന്ന് നിർബന്ധം പിടിക്കാനും പാടില്ല. ഇതൊക്കെ അനാവശ്യമായ, ഇല്ലാത്ത വിഷയങ്ങളിൽ വേണ്ട അനാവശ്യമായ ചർച്ചകളായിട്ടാണ് ഇതിനെ ഞാനും കാണുന്നത്. അതുകൊണ്ട് ആ വിഷയം നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യമേ അല്ല. ഇത് രണ്ടും നമ്മൾ മനസ്സിലായി. ഇത് നമ്മൾ ഫർദും അല്ല, എന്നാലാവട്ടെ ഹറാമും ആക്കരുത് മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശനം എന്ന വിഷയം. കാരണം അത് മിഹ്റാബിൽ വെച്ച് കണ്ടു എന്ന് പറയുമ്പോൾ മറിയം ഈ ബൈത്തുൽ മഖ്ദസിൽ, അപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനല്ല, ഈസാ നബിയുടെ ദീൻ എന്ന് പറയാൻ പാടില്ല നമ്മൾ. അത് എല്ലാം ഒന്നാണ്. അഖീദ ഒന്നാണ്, തൗഹീദ് ഒന്നാണ്, റിസാലത്ത് ഒന്നാണ്, ആഖിറത്ത് ഒന്നാണ്. അപ്പോൾ കാലങ്ങളായിട്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈസാ നബിയുടെ അനുയായികൾ നരകത്തില്ല എന്ന് പറയേണ്ടി വരൂലേ? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്തെല്ലാ പ്രവാചകന്മാരും ഒരേ ഇസ്ലാം തന്നെയാണ് പ്രബോധനം ചെയ്തത്. അടിസ്ഥാനം ഒന്നാണ്. നിസ്കാരത്തിൽ റുക്കുവും സുജൂദും അവരുടെ ആരാധനാനുഷ്ഠാനങ്ങൾ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് അടിസ്ഥാന വിഷയം, ഇപ്പം സ്വലാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്ത് ഒരിക്കലും അവർ ചൊല്ലിയിട്ടുണ്ടാവില്ല. മറിയം ബീവി, അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലെ മൂസാ അലൈഹി സ്വലാമിൻ്റെ അനുയായികളോ ഈസാ അലൈഹി സ്വലാമിൻ്റെ അനുയായികളോ ചൊല്ലിയിട്ടുണ്ടാവില്ല. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയ പോലുമില്ല. അപ്പോൾ എന്നാൽ ആരാധനാനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയും വേണം. അപ്പോൾ അതൊരിക്കലും അനീതി അവിടെ സംഭവിക്കരുത്. കേരളത്തിൽ അത് ഉണ്ട്, ഇപ്പം ഒക്കെ വന്നു തുടങ്ങിയില്ലേ. ഇത് രസകരമാണ്. കേരളത്തിൽ നമ്മൾ കേരളത്തിലെ കാര്യം എടുത്ത് വിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട് ദീനുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് പലതും ചിരി വരും. അപ്പം അതുപോലെ ഒരു വിഷയമാണ് നബിദിനാഘോഷം. അതൊന്നും ഒരു കാലത്തും തീരാൻ പോകണില്ല. കാരണം ആവശ്യമില്ലാത്ത ചർച്ചയാണ് പോണത്. നമ്മുടെ ഖുർആൻ ക്ലാസ്സുമായിട്ട് ഇതിൻ്റെ ബന്ധമല്ല. പക്ഷേ ഉദാഹരണത്തിന് വേണ്ടി എടുത്തു പറയാം, മീലാദ് വരുന്ന സന്ദർഭത്തിൽ, നബിദിനം വരുന്ന റബീഉൽ അവ്വൽ വരാൻ പോകുന്ന അടുത്ത വിഷയം അതായിരിക്കും. അപ്പോൾ അത് കേരളത്തിൽ ഇങ്ങനെ കത്തിത്തീരുക ചെയ്യുക. ആ വിഷയം അങ്ങനെ ഇട്ടിട്ട് എന്തിനാണ് നമ്മുടെ സമയം ആ വിഷയം, ഞാനിപ്പോൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ആ സമയം വെറുതെയാണ്. പക്ഷെ ഒരു കാര്യം പറഞ്ഞു വെക്കുക, ഇതിലേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിലായിട്ടുണ്ട് അല്ലേ? ഒരു കാലഘട്ടം വരെ നബിദിനം വേണ്ട എന്ന് പറഞ്ഞവരൊക്കെ ഇപ്പോൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളൊക്കെ റബീഉൽ അവ്വൽ ആകുമ്പോഴത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓർമ്മകളും ഓർമ്മ പ്രഭാഷണങ്ങളും ഒക്കെ നടത്തി അതിലേക്ക് ഇങ്ങനെ ഒരു വിഭാഗം വരുന്നുണ്ട്. അപ്പോൾ അത് മറ്റുള്ളവരത് പുഞ്ചിരിയോടെ അതിനെ സ്വീകരിക്കുകയാണ് വേണ്ടത്. അതിനെ എതിർക്കാമെന്നും പോകണ്ട, എല്ലാവരും ചെയ്തോട്ടെ എന്ന് വെച്ചാൽ മതി. അതുപോലെ തന്നെ ഒരു കാലഘട്ടം വരെ പള്ളിയിൽ മുസ്ലിം സ്ത്രീകൾക്ക് പ്രവേശനം വേണ്ട എന്ന് പറഞ്ഞിരുന്ന അതേ നാണയത്തിൽ തന്നെ ഇന്നുതാ റോഡ് സൈഡിലൊക്കെ സ്ത്രീകൾക്ക് ബോർഡ് വെച്ചിട്ട്, അപ്പം ഇതന്നെയാണ് എല്ലാ പള്ളികളിലും. ഈ പറഞ്ഞ മുസ്ലിം സ്ത്രീകൾക്ക് ഇപ്പം കേരളത്തിലെ മാത്രം എടുക്കുക, പുറത്തുള്ള വിടുക. കേരളത്തിലെ പള്ളികളിൽ മുസ്ലിം സ്ത്രീകൾക്ക് അനുവാദം കൊടുത്തിട്ടുള്ള എല്ലാ പള്ളികളിലും ആണുങ്ങളുടെ പിന്നിലിരുന്ന് നിസ്കരിക്കലല്ല, അവർക്ക് വേറെ ഒരു സെക്ഷൻ തന്നെ വെച്ചിട്ട് അവർക്ക് അവരുടെ സെപ്പറേറ്റ് സിസ്റ്റം, നമ്മൾ വാഷ്റൂം ഒക്കെ വെക്കുന്ന പോലെ സംവിധാനം തന്നെയാണ്. അതന്നെ എല്ലാ പള്ളികളിലും ഇപ്പോൾ ഓൾമോസ്റ്റ് വന്നു തുടങ്ങി. അതൊരു ചർച്ചാ വിഷയം പോലും ആക്കേണ്ടതില്ല.
നമ്മൾ ഈ വിഷയത്തിൽ അവസാനമായിട്ട് പറയുന്ന ഇതാണ്, മുസ്ലിം സ്ത്രീകൾ ഹറാം അല്ല അവർക്ക് പള്ളി, എന്നാലാവട്ടെ നിർബന്ധമല്ല, ഫർളും അല്ല, അങ്ങനെ രണ്ടും അതിനെ വെക്കേണ്ടതില്ല, അതങ്ങനെ വിട്ടാൽ മതി. അത്തരം വിഷയത്തിലൊക്കെ വെറുതെ അനാവശ്യമായിട്ട് നമ്മുടെ കോർ വിഷയം ഉണ്ടല്ലോ, അടിസ്ഥാന വിഷയം, അതിലേക്ക് നമ്മൾ വരിക, അള്ളാഹിൻ്റെ തഖ്വയിലേക്ക് നമ്മൾ വരിക, ദീനിലേക്ക് വരിക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഈ സംഘടനകളൊന്നും ഉണ്ടാവില്ല കേട്ടോ പ്രിയമുള്ളവരെ, ഇവരൊന്നും ഉണ്ടാവില്ല നമ്മളെ പരലോകത്ത് നമ്മൾ അങ്ങോട്ട് രക്ഷപ്പെടുത്താൻ. സംഘടനകളും സംഘമായിട്ടൊക്കെ നമ്മൾ പ്രവർത്തിക്കണം, മഹലുമായിട്ട് ബന്ധം വേണം, സംഘ സംവിധാനങ്ങളിലൊക്കെ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. പരമാവധി നമ്മൾ വിയോജിക്കാനുള്ള മേഖലകളേക്കാൾ നമ്മുടെ കേരളത്തിലെ മുസ്ലിം കൈരളിയിലെ മുസ്ലിം സംഘടന സംവിധാനങ്ങളിൽ നമ്മളൊക്കെ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. എല്ലാ കാര്യത്തിലും പരമാവധി നമ്മൾ 99% നമ്മളൊക്കെ ഒന്നാണ്. നമ്മുടെ അള്ളാഹ് ഒന്നാണ്, ദീനൊന്നാണ്, കഅബ ഒന്നാണ്, മക്ക ഒന്നാണ്, അല്ലേ? നമ്മുടെ ഖുർആൻ ഒന്നാണ്, നമ്മുടെ പടച്ചോൻ ഒന്നാണ്, നമ്മുടെ പ്രവാചകൻ. പിന്നെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോൾ 2 ആൾ കൂടിയാൽ എല്ലാ വിഷയത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ട്, അങ്ങനെ അതിനെ കാണേണ്ടുള്ളൂ. അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കണ്ട. നമ്മൾ യോജിക്കാവുന്നതിൻ്റെ പരമാവധി യോജിച്ച് ഒരുമിച്ച് ചേർന്ന് നിൽക്കേണ്ടതാണ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലും. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് നമ്മൾ വേണ്ടത്. തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുജാഹിദൂന ഫീ സബീലില്ലാ. ആ വഴിയിൽ നമ്മൾ, നന്മയുടെ വഴിയിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുക എന്നുള്ള മാത്രം പറഞ്ഞു നമ്മുടെ ഈ വിഷയത്തിലേക്ക് വരാം. മുസദ്ദിഖൻ ലിമാ യദയ്യ. അപ്പോൾ ഇവിടെ പറയുന്നത് അത് തന്നെയാണ്. ഈസ അലൈഹിസ്സലാം പറയും, നിങ്ങളുടെ കയ്യിലുള്ളതിനെ സത്യപ്പെടും, നിങ്ങളുടെ കയ്യിലുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ട്, ഇഞ്ചീലിനെ സത്യപ്പെടുത്തിക്കൊണ്ട്, മുൻകഴിഞ്ഞ പ്രവാചകന്മാരെയും വേദദർശനങ്ങളെയും സത്യപ്പെടുത്തിക്കൊണ്ട് തന്നെ, എന്നാൽ നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾ കുറേ ഹറാമാക്കിയ കുറേ സംഗതിയില്ലേ, അതിനൊക്കെ തിരുത്താനാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് മൂസ അലൈഹിസ്സലാം കൊണ്ടുവന്ന സത്യദർശനത്തെ, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ യഥാർത്ഥ ദീനിനെ വളച്ചൊടിച്ച് ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരായ പൗരോഹിത്യത്തിൻ്റെ ആളുകളും അല്ലെങ്കിൽ രാജാധികാരം കിട്ടിയിട്ടുള്ള ആളുകളൊക്കെ ചില നിയമങ്ങളിലൊക്കെ ചില നീക്കുപോക്കുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഹലാലുള്ളത് ഹറാമാക്കി, ഹറാമുള്ളത് ഹലാലാക്കി. അതൊക്കെ ഒന്ന് ശരിയാക്കാൻ കൂടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. വജിഅ്തുകും ബിആയത്തിൻ മിർ റബ്ബിക്കും ഫത്തഖുല്ലാഹ വഅതിഊൻ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനെ സൂക്ഷിക്കുക. അപ്പം ഒരിക്കലും വന്നിട്ടുള്ളത് നിങ്ങളെ എന്നെ ആരാധിച്ചോളൂ എന്നല്ല, ഫത്തഖുല്ലാ എന്നാണ്. ഈസാ നബി എന്ന് പറയുന്നത് ഫത്തഖുല്ലാ എന്നാണ്. യേശു അങ്ങനെ പറയുന്ന ഈ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ്. യേശു അഥവാ ഈസാ നബി വന്നത് ഫത്തഖുല്ലാ, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയാനാണ്. അല്ലാതെ ഞാൻ പ്രവാചകനാണെന്ന് പറയാനല്ല. വഅതിഊൻ, എന്നെ പിൻപറ്റുക. ഈ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ, എന്നെ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻ്റെ ദർശനത്തെ, അതായത് അള്ളാഹുവിൻ്റെ വഴിയിൽ എന്നെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅ്ബുദൂ ഹാദാ സിറാത്തും മുസ്തഖീം. ഇന്നല്ലാഹ്, തീർച്ചയായും അള്ളാഹു. ഇനി ഇതിൽ ഒരു നെല്ലും പതിരും വേർതിരിക്കുക എന്നറിയില്ല, അതുപോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വരികയാണ്. ഇന്നല്ലാഹ്, അള്ളാഹു തീർച്ചയായും, റബ്ബി, എൻ്റെ റബ്ബാണ്, എന്നെ സൃഷ്ടിച്ച് എന്നെ സംരക്ഷിച്ച എൻ്റെ റബ്ബാ, എൻ്റെ പിതാവല്ല, എൻ്റെ റബ്ബാണ്. അത് കൃത്യമായി. റബ്ബുക്കും, നിങ്ങളുടെയും റബ്ബാണ്. അപ്പോൾ പിന്നെ ഇനി അതിൽ ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒന്നുമില്ല. പുത്രനല്ല, ഞാൻ എൻ്റെ റബ്ബ്, നിങ്ങളെപ്പോലെ ഞാൻ സൃഷ്ടി മാത്രമാണ്, ഞാൻ പ്രവാചകനാന്നേ ഉള്ളൂ. ഫഅ്ബുദൂ, അതുകൊണ്ട് എല്ലാവരും ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക. ഞാനും എൻ്റെ റബ്ബിന് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നു, നിങ്ങളും ഇബാദത്ത് ചെയ്യുക. അപ്പം ജൂതന്മാരുടെ കള്ളി അവിടെ വെളിച്ചത്തായി. ജൂതന്മാരുടെ എല്ലാ വിധത്തിലുള്ള അവരുടെ ഹറാമാക്കിയതിനെ ഹലാലാക്കുകയും അവരുടെ വികൃതമായ നമുക്ക് ഇസ്ലാമിനെ തന്നെ പറയേണ്ടി വരും. കാരണം ജൂതായിസം എന്ന് പറയുന്ന അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ചുള്ള നിയമങ്ങൾ തള്ളി അള്ളാഹിൻ്റെ ദീനിനെ സ്ഥാപിക്കുക, യഥാർത്ഥ തൗഹീദ് സ്ഥാപിക്കുക എന്ന ഉന്നതമായ ലക്ഷ്യമാണ് ഈസ അലൈഹിസ്സലാം കൊണ്ടുവന്നത്. ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാണ് ശരിയായ വഴി. അപ്പം ശരിയായ വഴി കാണിക്കാനാണ് എല്ലാ പ്രവാചകന്മാരും വന്നത്. അതുപോലെ ഒരു പ്രവാചകൻ മാത്രമാണ് ഞാൻ ഒരിക്കലും എന്തല്ല, ദൈവമല്ല. فلما أحس عيسى منهم الكفر قال من أنصاري إلى الله. ഈസ അലൈഹിസ്സലാം പറഞ്ഞു, ഈസ അലൈഹിസ്സലാം കുഫ്രിയത്തിൻ്റെ, അവരുടെ കുഫ്ർ മനസ്സിലായി. അവരിങ്ങനെ നിഷേധിക്കുകയാണ്. പല ആളുകളും അങ്ങനെയാണല്ലോ.
അവരോട് ചോദിച്ചു, മൻ അൻസാരി ഇലല്ലാഹ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ എന്നെ സഹായിക്കാൻ ആരുണ്ട്? സഹായിക്കാൻ പറഞ്ഞാൽ വഴിയിൽ വരാൻ ആര് തയ്യാറുണ്ട്? എന്നെ പിൻപറ്റാൻ ആര് തയ്യാറുണ്ട്? ഖാലൽ ഹവാരിയൂന, ഹവാരിയൂൻ എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾ, സഹചാരികൾ, അനുയായികൾ, സഹാബികൾ എന്നൊക്കെ പറയുന്ന അവസ്ഥ. അള്ളാഹിനെ സഹായിക്കാൻ, അതായത് ഈസാ അലൈഹി സ്വലാമിനെ ഫോളോവേഴ്സായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ട്. قال الحواريون نحن أنصار الله آمنا بالله واشهد بأننا مسلمون. ഹവാരിയങ്ങളായ ആളുകൾ, അനുയായികൾ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹിൻ്റെ സഹായികളാണ്, അള്ളാഹുവിൽ ഞങ്ങൾ ആമന്നാ ബില്ലാ, അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ ഒന്നും പഴുതില്ല. ഈസാ നബി നിങ്ങൾ ദൈവമാണെന്നൊന്നല്ല, അവർ അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. കാരണം ഈ മൂസ അലൈഹി സ്വലാമിൻ്റെ തൗറാത്ത് അവിടെ ഉണ്ട്. എങ്ങനെയൊക്കെ ആണെങ്കിലും വഴി ചില കൂട്ടിച്ചേർക്കലുകളൊക്കെ ഉണ്ടെങ്കിലും തൗറാത്തിൽ വിശ്വസിച്ച് തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങളായ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. വഷ്ഹദ് ബി അന്നാ മുസ്ലിമൂൻ. ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ ചരിത്രം ഒന്നും അവർ മറന്നിട്ടില്ല. ആ കാര്യങ്ങളൊക്കെ ഓർമ്മയോടുകൂടി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ പറഞ്ഞു, ഞങ്ങൾ മുസ്ലിമായിട്ടുണ്ട്. എന്നിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബനാ ആമന്നാ ബിമാ അൻസൽത വത്തബഅനാ الرسول ഫക്തുബ്നാ മഅശ് ശാഹിദീൻ. അള്ളാഹുവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അൻസൽത, നീ അവതരിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഈസാ നബിയിൽ ഞങ്ങൾ വിശ്വസിച്ചു, തൗറാത്തിലും ഞങ്ങൾ വിശ്വസിച്ചു, ഇഞ്ചീലിലും വത്തബഅന റസൂൽ, റസൂലിനെ ഇത്തിബാ ചെയ്തു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈസാ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസാ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് അവർ ആ പ്രഖ്യാപനം, ഈസാ നബി പ്രവാചകനാണ്, ഞങ്ങൾ അതിനെ അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഫക്തുബ്നാ മഅശ് ശാഹിദീൻ, ഞങ്ങളെ സാക്ഷികളാക്കണേ, ആ സാക്ഷ്യം നീ രേഖപ്പെടുത്തണേ. അപ്പോൾ ആ മുഅ്മിനീങ്ങളായ നല്ലൊരു ഫോളോവേഴ്സിനെ ഈസാ നബിക്ക് കിട്ടി. വമക്കറൂ വമക്റല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ. എന്നാലാവട്ടെ, ഇതിന്നൊക്കെ ചില തന്ത്രങ്ങളും ചില പ്ലാനുകളുമായിട്ട് ജൂതന്മാരിലെ ചില വിഭാഗം, അല്ലെങ്കിൽ ആ നാട്ടിലുണ്ടായിരുന്ന ജെറൂസലേം പ്രദേശത്തുള്ള ഫലസ്തീനിലെ ചില ആളുകളൊക്കെ, ചില ഗ്രൂപ്പുകൾ, നിഷേധികളായ ആളുകൾ ചില പ്ലാനിങ്ങുമായിട്ട് മുന്നോട്ട് പോയി. അള്ളാഹിൻ്റെ തന്ത്രവുമായിട്ട് മുന്നോട്ട് പോയി. വല്ലാഹു ഖൈറുൽ മാകിരീൻ. അവരുടെ പ്ലാനെല്ലാം അള്ളാഹു പൊളിക്കും. അള്ളാഹു ഇതിനേക്കാളും പ്ലാനിങ് ഉള്ള ഈ വിഷയത്തിലൊക്കെ ഇവരുടെ തന്ത്രം ഭൗതികമാണ്. ദുനിയാവിൽ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കാഫിറുകളായിട്ടുള്ള നിഷേധികൾ. അതിൽ പുറമെ പറയില്ലെങ്കിൽ ഉള്ളിലൂടെ അവരുടെ തന്ത്രങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോയി. എന്തായിരുന്നു അവരുടെ തന്ത്രം? ഞങ്ങൾക്കാണ് ആധിപത്യം, ബനി ഇസ്രായേലാകുന്ന ഞങ്ങളുടെ വംശപരമ്പരയിൽ ഞങ്ങൾ കൊണ്ടുവന്ന ഞങ്ങളുടെ നിയമങ്ങളും സംവിധാനങ്ങളും തകർക്കാൻ ഒരുത്തനെയും അനുവദിച്ചുകൂടാ. അതിനിപ്പോൾ പുതിയ യഹിയ വന്നാലും പുതിയ ഐസ വന്നാലും അനുവദിക്കാൻ പാടില്ല. അതുകൊണ്ട് അവരുടെ അധികാരവും അവരുടെ പണവും അവരുടെ എല്ലാം നഷ്ടപ്പെടും എന്ന തോന്നൽ അവർക്കൊരിക്കലും തൗഹീദിലേക്ക് വരാൻ അവർക്ക് സാധിക്കില്ല. അപ്പോൾ അവിടെ ആണ് അവർ തന്ത്രം എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം, തീർത്ത് കളയണം. യഹിയ നബിയെ കൊന്ന ചരിത്രമാണ് അവർക്ക്, കൊന്ന പാരമ്പര്യമാണ് ഈ ഇസ്രായേൽ. ഇന്നും അവർ കാട്ടുന്ന ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രം അവരിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ചോരക്കളിയില്ലേ, ഇത് അവരുടെ പാരമ്പര്യമാണ്. അവരത് ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് ചോര കണ്ട് അറപ്പ് മാറാത്ത ഒരു ജനതയായി അവർ മാറിയിരിക്കുന്നു. അവരുടെ ചരിത്രം അങ്ങനെയാണ്. പ്രവാചകന്മാരെ വരെ കൊന്ന ചരിത്രമാണ്. അവർക്ക് ദുനിയാവിൽ ആധിപത്യം നേടാൻ ഇനിയിപ്പോൾ GCC വേണമെന്നല്ലോ അവർ പറയുന്നത്. മൊത്തം മക്ക, സൗദി അടക്കം അവർക്ക് വേണമെന്നാണ് പറയുന്നത്. ഖത്തർ വരെ അവരുടെ പ്ലാനിങ്ങിലുള്ളതാണ് അത്ര. UAE അടക്കം എല്ലാം ഞങ്ങൾ പിടിച്ചടക്കുന്നുള്ള നിലപാടുമായിട്ട് മുന്നോട്ട് പോണവരാ. അത് അവരങ്ങനെ അവർക്ക് ഭൗതിക പൂജകരാണ് അവർ. അതിനുവേണ്ടി അവർ എന്തും ചെയ്യും. അങ്ങനെയാണ് ഈ യഹിയ നബി അവർ തലയറുത്ത് കൊന്നതാണ്. തലയറുത്ത് കൊന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇദ് ഖാല അല്ലാഹു. അപ്പോൾ അവർ അങ്ങനെ പ്ലാൻ ചെയ്തു. അവരങ്ങനെ കൊല്ലാൻ തന്നെ തീരുമാനം. യഹിയ നബിയെ കൊന്ന പോലെ ഈസാ നബിയെയും കൊല്ലാൻ തന്നെ അവരുടെ പ്ലാൻ. പക്ഷെ അവരങ്ങനെ കൊന്നാൽ പോരാ. അവർക്ക് വലിയ മാതൃകയാക്കി കുരിശിൽ അടിച്ചുകൊണ്ട്, അന്ന് ഏറ്റവും വലിയ ശിക്ഷയാണത്.
ഏറ്റവും ക്രൂരന്മാരായ ആളുകൾക്ക് മാതൃകാപരമായിട്ട് നമ്മൾ കാലങ്ങളായി ആചരിച്ചു വരുന്ന നമ്മുടെ തൗറാത്തിൻ്റെ സന്ദേശങ്ങളെ, നമ്മുടെ ആധിപത്യത്തെ തകർക്കാൻ വന്നവനെ നമുക്ക് ശരിയാക്കണം. ഏറ്റവും വലിയ ശിക്ഷ അവർക്ക് കൊടുക്കണം. അത് അവരുടെ പ്ലാനിങ് ആണ്. അവരങ്ങനെ പ്ലാൻ ചെയ്തു. ഇത് അള്ളാഹു ഈസാ നബിയോട് പറഞ്ഞു, യാ ഈസാ ഇന്നി മുതവഫീക വറാഫിഉക ഇലയ്യ വമുതഹിറുക. അപ്പം നിന്നെ ശുദ്ധീകരിക്കുകയും നിന്നെ ഞാൻ ഉയർത്തുകയും ചെയ്യും. അപ്പോൾ ആ ഒരു മെസ്സേജ്, നിന്നെ കൊല്ലാൻ പോകുന്നു എന്നുള്ള മെസ്സേജ്, അത് അള്ളാഹു വഹയ് മുഖേന ഈസാ നബി അറിയിച്ചു. മിനല്ലദീന കഫറു വജഅലുല്ലദീന തബഊക ഫൗഖല്ലദീന കഫറു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ, അല്ലെങ്കിൽ അന്നത്തെ ദിവസം കാഫിറുകൾക്ക് മേലെ നിനക്ക് നിന്റെ പദവിയെയും പ്രശസ്തിയെയും ഉയർത്തുന്നതാണ്. അതോടൊപ്പം തന്നെ നിന്നെ ഈ ഒരു ജായിലായിട്ടുള്ള നിന്നെ പിൻപറ്റിയവരെ ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ സത്യനിഷേധികളെക്കാൾ മീതയാക്കാം. സത്യനിഷേധികൾ അവർ കാണിച്ചു കൂട്ടുന്ന എല്ലാ നെറികേടുകളും, അവരെല്ലാ തെറ്റുകളും അവരുടെക്കാൾ ഉന്നതരായി നിന്റെ അനുയായികളെ മാറ്റുന്നതാണ്. നിന്നെ ആരൊക്കെ പിൻപറ്റുന്നത് അവർക്ക് ഉന്നതമായ സ്ഥാനവും മഹത്വവും നൽകുന്നതാണ്. സത്യദീനിലേക്ക് നീ വന്നവർ അവരെ ഉന്നതമായ സ്ഥാനങ്ങൾ അവർക്ക് നൽകുന്ന. അപ്പോൾ ഈസാ നബി ഇത് അറിയിച്ചു. വറാഫിഉക, അപ്പോൾ റഫ എന്ന് പറഞ്ഞാൽ ഉയർത്തുക തന്നെയാണ്. അപ്പോൾ ഈ തിരിച്ചുവരവ് എന്നിട്ട് പറയാ, ثم إلي مرجعكم فاحكم بينكم فيما كنتم فيه تختلفون. നിങ്ങളെ ഇഖ്തിലാഫ് ഉണ്ടല്ലോ, ഈ അഭിപ്രായ വ്യത്യാസം, ഇവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ഇവിടെ ചരിത്രപരമായിട്ട് ഈസാ നബി കൊന്നതോ ഉയർത്തിയതോ, ഇപ്പോഴുമുള്ള അഭിപ്രായ വ്യത്യാസമാണ്. കൊന്നതാണോ ഉയർത്തിയതാണോ? 3 രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് ചരിത്രത്തിൽ. ഒന്ന് ക്രൈസ്തവവാദം, ജൂതവാദം. ഇന്ന് ക്രിസ്ത്യാനികൾ പറയുന്ന വാദപ്രകാരം നേരെ യേശുവിനെ, ഈസാ അലൈഹി സ്വലാമിനെ കുരിശിലടിച്ചു, ആണിയടിച്ചു, തലയിലടിച്ചു, കൈ രണ്ടും അടിച്ചു, കാലിലടിച്ചു, എന്നിട്ട് കയറുകൊണ്ട് കെട്ടി കുരിശിൽ 3 നാൾ ജീവൻ പോകും വരെ രക്തത്തിൽ കുളിപ്പിച്ച് അങ്ങനെ കിടത്തി എന്ന പാപസിദ്ധാന്തമൊക്കെ പറയും. അപ്പോൾ അതോടുകൂടി ലോകത്തെല്ലാ പാപങ്ങളും ഏറ്റെടുത്തു എന്നൊക്കെ പറയുന്ന ഒരു ബ്ലണ്ടറാണ് യഥാർത്ഥത്തിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. കഴുത്തറുത്ത് കൊന്നിട്ടുണ്ട് യഹിയ നബിയെ, അതവിടെ വേറെ വിഷയമാണ്. അവരത്രമേൽ ക്രൂരരായിരുന്നു. അപ്പോൾ ആ ക്രൂരതയ്ക്ക് ഈസാ അലൈഹി സ്വലാമിനെ അള്ളാഹു വിട്ടുകൊടുത്തില്ല. ഖുർആൻ പറഞ്ഞു വറഫ, ഉയർത്തിയതാണ്. അപ്പോൾ ഉയർത്തൽ സംഭവിച്ചിട്ടുണ്ട്. അത് അള്ളാഹു ആലം. ഒരിക്കലും ഇന്ന് നമ്മൾ കാണുന്ന കുരിശിലടിക്കപ്പെട്ട ആ രൂപമല്ല. ഇനി വേറൊരു ചരിത്രത്തിൽ പറയുന്നത് യൂദാസിന് ആൾ മാറിപ്പോയതാണ്. അങ്ങനെ ആരെയോ പിടിച്ച്, ഈസാ നബിയുടെ ഒരു രൂപം ആ കാലഘട്ടത്തിലെ ജനങ്ങളൊക്കെ ഈ മുടി ഇങ്ങനെ താഴോട്ട്, ഈ ഷോൾഡർ വരെ ഇങ്ങനെ താഴോട്ടുണ്ടാവും. അത് ഇബ്രാഹിം നബിയുടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിലുള്ള മനുഷ്യന്മാരുടെ ഒക്കെ ഹെയർ സ്റ്റൈല് കൂടിയാണത്. അത് സുന്നത്തായിട്ട് എടുക്കണ വേണ്ടെന്നുള്ള വേറെ വിഷയമാണ്. താടിമേലുള്ള ഈ മസിൽ പിടുത്തൊന്നും നമ്മൾ മുടിമേലാരും കാണിക്കാറില്ല. മാത്രമല്ല ഇന്നത്തെ കാലത്ത് മക്കളൊക്കെ മുട്ടയടിച്ച് നിൽക്കാനാണ്, ചെറുതായിട്ട് മുടി കെട്ടാനാണ് പല രക്ഷിതാക്കൾക്കും ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ഇങ്ങനെ പിന്നോട്ട് ഉണ്ടാവുന്ന ഒരവസ്ഥയാണ്. അത് ആ കാലഘട്ടത്തിൽ എല്ലാവരുടെയും ഒരു അവസ്ഥയായിരുന്നു. അത് ആ കാലഘട്ടത്തിലൊരു ഫാഷനാണത്. അപ്പോൾ ഈസാ നബി അങ്ങനെ ആയിരുന്നു. ഈസാ നബിയുടെ വസ്ത്രമാവട്ടെ ജനങ്ങൾ ഉടുക്കുന്ന, ജനങ്ങളുടെ ആ കമീസ് പോലെയുള്ള വലിയ കന്തൂറ പോലെയുള്ള വസ്ത്രമായിരുന്നു. അതെല്ലാവരും ഇടുന്ന പോലെയുള്ള വസ്ത്രമാണ്. അപ്പോൾ ഒരു സദസ്സിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെ ഈസാ നബി ആരാന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ലായിരുന്നു അത്രേ. അപ്പോൾ യൂദാസ് എന്ന് പറയുന്ന ഒരാൾ ഒറ്റുകാരന് ഇത് കാണിച്ചു കൊടുക്കാൻ, ഈസാ നബിനെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ ശത്രുക്കൾ വന്ന് ഈസാ നബിക്ക് പകരം വേറെ ഏതോ ഒരാളെ കാണിച്ചു കൊടുത്തു, ആളെ കൊണ്ടുപോയി കുരിശിലടിച്ചു എന്നും ചരിത്രത്തിൽ പറയുന്നുണ്ട്. എന്തായിരുന്നാലും ഈ ഒരു സംഭവം അവരുടെ അഭിപ്രായം പ്രകാരമുള്ള 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കലും അങ്ങനെയുള്ള പരിപാടി ഒന്നും നടന്നിട്ടില്ല. ഖുർആൻ ശരിവെക്കുന്നത് അള്ളാഹുവിന് അവരെ ശിക്ഷിക്കാൻ വിട്ടുകൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ്. അള്ളാഹു ഉയർത്തി എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യത്തിൽ വിധി ഉണ്ടാവുക പരലോകത്താണ്. കാരണം പരലോകത്ത് ഇനി വിധിക്കാൻ പറ്റില്ല, കഴിഞ്ഞു പോയൊരു സംഭവമാണ്. വീഡിയോ ചെയ്ത് വെച്ചിട്ടില്ല, CCTV ഫൂട്ടേജ് ഇല്ല, വർത്തമാനങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ കാര്യത്തിൽ അള്ളാഹ് പരലോകത്ത് തീരുമാനം എടുത്തോളും. മാത്രമല്ല ഈ ഇഖ്തിലാഫ് ഈ വിഷയത്തിൽ മാത്രമല്ല, തൗറാത്തിൻ്റെ വിഷയത്തിലും ഇഞ്ചീലിൻ്റെ വിഷയത്തിലും നിയമങ്ങളുടെ വിഷയത്തിലും അതിലൊക്കെ ഇഖ്തിലാഫുണ്ട്. അതൊക്കെ നാളെ പരലോകത്ത് അള്ളാഹു അതിൻ്റെ ഫഹ്ക്കും, അതിൻ്റെ വിധി ഉണ്ടാകും.
فأما الذين كفروا فأعذبهم عذابا شديدا في الدنيا والآخرة وما لهم من ناصرين. കാഫിറുകളായ ആളുകൾ, അപ്പോൾ അവർ കാഫിറുകളായ സത്യനിഷേധികളായ ആളുകളുടെ വാദങ്ങളെ ഒന്നൊന്നായിട്ട് ഇല്ലായ്മ ചെയ്യാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ഇവിടെ ഖുർആൻ ഈ ഒരു പാപസിദ്ധാന്തം, അതുപോലെ തന്നെ അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് അള്ളാഹിൻ്റെ പ്രവാചകനായ ഈസാ നബിയെ പ്രവാചക സ്ഥാനത്തു നിന്ന് മാറ്റി ദൈവീകതയായിട്ട് പ്രഖ്യാപിക്കുന്ന അവസ്ഥയെ, അതിനൊക്കെ പൂർണ്ണമായും ഖുർആൻ നിഷേധിക്കുകയാണ്. എന്നിട്ട് പറയാ, സത്യനിഷേധികളെ ഇഹത്തിലും പരത്തിലും ഫഅദ്ദിബുഹും അദാബൻ ഷദീദ, കഠിനമായ ശിക്ഷയാണ് ഇവിടെ ദുനിയാവിലും പരലോകത്തും. അപ്പം ഇവർ കാണിച്ചു കൂട്ടുന്ന ഈ നിഷേധം, ദൈവിക നിഷേധത്തിന് കൃത്യമായ ശിക്ഷ ദുനിയാവിലും പരലോകത്തും അവർക്ക് ലഭിക്കും. വമാ ലഹും മിൻ നാസിരീൻ, അവർക്ക് യാതൊരു സഹായികളെയും ലഭിക്കുന്നതല്ല. അപ്പോൾ ഈ ഖുർആൻ അവതരിക്കുന്നത് 6-ാം നൂറ്റാണ്ടിലാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നാട്ടിലെ കാഫിറുകളായ നിഷേധികൾക്ക് പാഠം പഠിപ്പിക്കുകയാണ്. ഈസാ നബിയുടെ കാലത്ത്, മൂസാ നബിയുടെ കാലത്തുള്ള കാഫിറുകളുടെ അവസ്ഥ അവരോട് പറയാണ്. وَأَمَّا الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ فَيُوَفِّيهِمْ أُجُورَهُمْ وَاللَّهُ لَا يُحِبُّ الظَّالِمِينَ. എന്നാൽ സത്യവിശ്വാസം, അമനു അമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യും. വിശ്വാസവും കർമ്മവും എല്ലായിടത്തും ഇത് പറയുന്ന ഖുർആൻ. അമിലു സ്വാലിഹാത്ത്, വിശ്വസിച്ചാൽ പോരാ, അതിനനുസൃതമായ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ. ഫയുവഫീഹിം ഉജൂറഹും, അവർക്ക് പൂർണ്ണമായും പ്രതിഫലം നൽകപ്പെടുന്നതാണ്. വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, അക്രമം ചെയ്യുന്ന ഒരു അക്രമിയെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. ذَلِكَ نَتْلُوهُ عَلَيْكَ مِنَ الْآيَاتِ وَالذِّكْرِ الْحَكِيمِ. ഇത് ഓതിക്കേൾക്കുന്നതൊക്കെ യുക്തിപൂർണമായ ഹിക്മത്തോടുകൂടെയുള്ള വചനങ്ങളാണ്. അപ്പോൾ ഇത് ദിക്റാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. കാഫിറുകളെ മാത്രമല്ല, ലോകാവസാനം വരെയുള്ള ജനതയ്ക്ക് ഓർമ്മപ്പെടുത്തലാണ്. ഈസാ നബി പ്രവാചകനാണ്, തൗഹീദുമായി വന്ന പ്രവാചകനാണ്. അവർ കൊന്നിട്ടില്ല, ഉയർത്തിയതാണ്. അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ അന്ത്യം കുറിക്കുന്നതാണ്. തൗറാത്ത് എന്ന ദീനിൻ്റെ ശരീഅത്തിൻ്റെ നിയമങ്ങളെ, വേദഗ്രന്ഥങ്ങളെ മാറ്റിത്തിരുത്തി അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാറ്റിത്തീർത്ത ജൂത സമൂഹത്തിന് സിറാത്തുൽ മുസ്തഖീം ഈസാ നബിയെ അവതരിപ്പിച്ചപ്പോൾ അതിനെ തള്ളിക്കളഞ്ഞവർക്കുള്ള ശിക്ഷ നാളെ പരലോകത്തും ദുനിയാവിലും അള്ളാഹു കൊടുക്കുന്നതാ. അതുകൊണ്ട് ഈസാ നബിയുടെ ഇഞ്ചീലിനെയും മൂസാ അലൈഹിസ്സലാമിൻ്റെ തൗറാത്തിനെയും ഒക്കെ ശരിവെക്കുന്ന വിശുദ്ധ ഖുർആനാകുന്ന ഈ അവസാനത്തെ വേദഗ്രന്ഥം അന്ത്യപ്രവാചകരിലൂടെ അവതരിക്കുമ്പോൾ അത് നിഷേധിക്കാൻ നിങ്ങൾ പോയാൽ നിങ്ങൾക്കും പരലോകത്ത് ലഭിക്കാനുള്ളത് കഠിനമായ ശിക്ഷയാണ്. ഇതാണ് ഇതിൻ്റെ കണ്ടന്റ്, ഇതാണ് പറഞ്ഞു വരുന്നത്. ഇന്ന മസല ഈസാ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബ്. അപ്പം ഈസാ നബിയുടെ ജന്മത്തെ പറ്റിയ പിന്നെ അവരുടെ അവർ പല കെട്ടുകഥകളും പറയുന്ന മറിയമിന്, വിശുദ്ധയായ മറിയം, അതിലൊന്നും അഭിപ്രായ വ്യത്യാസമല്ല. ചില ആളുകൾ, നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയ അവിഹിതമാണ്. അത് ജൂതന്മാരായ കാഫിറുകൾ പറഞ്ഞ അവിഹിതത്തിലൂടെ ഉണ്ടായ കുട്ടിയാണ് ഈസാ നബി എന്ന്, നഅൂദുബില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് ചിലരാവട്ടെ ഇത് പരിശുദ്ധപ്പെടുത്തി അങ്ങ് പടച്ചോൻ നേരിട്ട് റൂഹ് ഊതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പടച്ചോനാണല്ലോ പിതാവ്, അതുകൊണ്ട് പിതാവ് അള്ളാഹു ദൈവമാണ്, ആ അള്ളാഹുവിൻ്റെ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞു. ആ രണ്ടും തെറ്റാണ്. അങ്ങനെയാണ് ആദം നബി അങ്ങനെയല്ല ഉണ്ടാക്കിയത്. ഖലഖഹു, ചിന്തിക്കുന്നവർക്ക് അത് ഇഷ്ടമാണ്. മണ്ണെന്ന് സൃഷ്ടിച്ച ആദം നബിക്ക് റൂഹ് എവിടുന്ന് വന്ന അള്ളാഹു ഊതിയത്. അപ്പോൾ അള്ളാഹുവിനതൊക്കെ നടക്കുമെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ, ഉണ്ടാവുക എന്ന് പറയേണ്ട ആവശ്യമുള്ളൂ. ആദം നബി അങ്ങനെ ഉണ്ടായി. അപ്പോൾ ആദം നബിയും അള്ളാഹിൻ്റെ മോനായിട്ട് നിങ്ങൾ പറയണ്ടേ? അങ്ങനെ പറയുകയാണെങ്കിൽ എന്നതിൻ്റെ ചിന്തിക്കുന്നവർക്ക് അവരോട് ചിന്തിക്കാൻ പറയാ. അൽ ഹഖ്ഖു മിർ റബ്ബിക ഫലാ തകും മിനൽ മുംതരീൻ.
ഇതാണ് യാഥാർത്ഥ്യം, ഇതാണ് സത്യസന്ദേശം. അതിനാൽ നീ ഒരിക്കലും മുംതരീനാകരുത്. മുംതരി എന്ന് പറഞ്ഞാൽ അതിലൊരു ശക്ക്, ഒരു 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 സംശയം നിങ്ങൾക്ക് വിഷയം ഉണ്ടായിരുന്നു. ഇതാണ് യാഥാർത്ഥ്യം. അള്ളാഹു റൂഹ് ഊതിയതാണ്. അങ്ങനെ ഈസാ നബിയുടെ ജന്മം, തൗഹീദിലേക്ക് ഈസാ നബി വന്നത്, തൗഹീദിൻ്റെ ദർശനത്തിലേക്ക്, സിറാത്തുൽ മുസ്തഖീമായ വഴിയിലേക്ക്, ശരിയായ വഴിയിലേക്ക് ജനങ്ങളെ വഴി കാണിക്കാൻ വന്ന പ്രവാചകന, ഒരിക്കലും ദൈവമല്ല, ദൈവമല്ല, ദൈവമല്ല. فمن حاجك فيه من بعد ما جاءك من العلم فقل تعالوا ندعو أبناءنا. ഇനി രസകരമായൊരു ആയത്തായത്. أبناءنا وأبناءكم ونساءنا ونساءكم وأنفسنا وأنفسكم ثم نبتهل فجعل لعنة الله على الكاذبين. അവരോട് പറയാ, നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഇനിയും തർക്കിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഇനിയും നാട്ടുകാരായ ജൂതന്മാരോ ക്രിസ്ത്യാനികളോ അല്ലെങ്കിൽ മക്കയിലെ ഖുറൈശികളായിട്ടുള്ള കാഫിറുകളോ മുശ്രിക്കുകളോ ഒക്കെ നിങ്ങളോട് ഈ വിഷയത്തിൽ തർക്കിക്കാൻ, അഹ്ലുൽ കിതാബുകാരായ ആളുകൾ ഇനിയും വന്നിട്ട് നബിയാ എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കാൻ വരണമെങ്കിൽ ഒരു കാര്യം അങ്ങ് ചെയ്തേക്കുക. നിങ്ങൾക്ക് CCTV ഫുട്ടേജ് ഒന്നും ഇല്ലല്ലോ, തെളിവിന് ഇനിയിപ്പോൾ തെളിവ്. നിങ്ങളൊരു കാര്യം, നിങ്ങൾ മൊത്തത്തിലൊരു ശാപപ്രാർത്ഥന അങ്ങ് നടത്തിക്കോളൂ. നിങ്ങളെ കുട്ടികളെയും പെണ്ണുങ്ങളെയും ഒക്കെ വിളിച്ചു, ഞങ്ങളെ ആൾക്കാരെയൊക്കെ വിളിക്കുക, നമുക്ക് ഒരുമിച്ചിരുന്ന് അങ്ങ് പ്രാർത്ഥിക്കുക. ലഅനത്തുല്ലാഹി അലൽ, കളവ് പറയുന്നവർക്ക് നാശം ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ അതൊരു ഈമാനോടുള്ള, വിശ്വാസിയോടുള്ള പരീക്ഷണമാണ്. അപ്പോൾ വിശ്വസ്തരായ യഥാർത്ഥ തൗഹീദ് ഉൾക്കൊണ്ട സത്യക്രിസ്ത്യാനികളോ സത്യജൂതന്മാരോ ആയിട്ടുള്ള, ജൂതന്മാരിലും നല്ല മനുഷ്യന്മാരുണ്ട്, ക്രിസ്ത്യാനികൾ ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട്, അവരൊക്കെ ഒരു ഓർമ്മപ്പെടുത്തൽ, നിങ്ങൾ ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത്, നിങ്ങൾക്ക് അത്ര ഉറപ്പാണ്, നമുക്കൊരു ശാപപ്രാർത്ഥന, അള്ളാഹു അങ്ങ് നശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അള്ളാഹ് നശിപ്പിച്ചോളൂ, ആ കാര്യം അള്ളാഹ്ക്ക് വിട്ടേക്ക് എന്നാണ് അവരോട് പറയുന്നത്. ഇന്ന ഹാദാ ലഹുവൽ ഖസസുൽ ഹഖ്, ഇത് തീർച്ചയായും ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ നടന്ന ഖസസുൽ ഹഖ്, സംഭവിച്ചിട്ടുള്ള കഥ ഇതാണ്. മറിയമിൻ്റെ വയറ്റിൽ കുഞ്ഞുണ്ടായത് അള്ളാഹു റൂഹ് ഊതിയിട്ട് ആദം അലൈഹിസ്സലാമിനെ ജനിപ്പിച്ച പോലെയാ, അല്ലാതെ ദൈവമല്ല എന്ന സത്യം അവർക്ക് മുൻകഴിഞ്ഞ വേദങ്ങളെ, തൗറാത്തിനെയൊക്കെ സത്യപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ ദീനിലേക്ക് ക്ഷണിക്കാമെന്ന കഥയാ സത്യം. വമാമിൻ ഇലാഹിൻ ഇല്ലല്ലാഹ്, ഏകനായ ഇലാഹായിട്ടുള്ള അള്ളാഹുവിലേക്കുള്ള വഴിയിൽ കടന്നു വന്നതാ ഈസാ നബി. വ ഇന്നല്ലാഹ ലഹുവൽ അസീസുൽ ഹകീം, അല്ലാഹു അല്ലാതെ ദൈവമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഉറപ്പായും അല്ലാഹു പ്രതാപിയാണ്, ഹക്കീമാണ്, അസീസാണ്. അപ്പോൾ ഇലാഹ്, എൻ്റെ ലഹുവും എൻ്റെ തോന്നലുകൾക്കും ജീവിതത്തിൽ ഒരു സ്ഥാനമില്ല. ഉലൂഹിയ്യത്ത്, പരമമായ ഏറ്റവും പടച്ച റബ്ബിൻ്റെ ആധിപത്യത്തിന് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിതത്തിൻ്റെ ഉറക്കം മുതൽ ഉറക്കത്തിൽ എണീറ്റ് ഉറങ്ങുന്നവരെയുള്ള മുഴുവൻ സാഹചര്യങ്ങളും, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സമഗ്രമായി അള്ളാഹുവിൻ്റെ ദീനിന് വഴിപ്പെടണമെന്ന താല്പര്യമാണ്. അതാണ് പറയാനാണ് ഈസാ നബി വന്നത്, അത് പറയാനാണ് മൂസാ നബി വന്നത്, അത് പറയാനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത്. ലോകത്തെ എല്ലാ പ്രവാചകന്മാരും വന്നത് അക്കാര്യത്തിനാണ്. ഫഇൻ തവല്ലൗ ഫഇന്നല്ലാഹ അലീമും ബിൽ മുഫ്സിദീൻ. ഇനി അതിന്നാരെങ്കിലും പിന്തിരിഞ്ഞ് കളഞ്ഞാൽ ഓർക്കുക, അള്ളാഹു ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളെ പറ്റി കൃത്യമായിട്ട് അറിയുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തൗഹീദിലേക്ക് കടന്നു വരിക, തഖ്വയിലേക്ക് കടന്നു വരിക. എന്നിട്ട് പറയാ, ഖുൽ യാ അഹ്ലൽ കിതാബി തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും, നമുക്കൊരു ഒന്നിലേക്ക് ചേർന്ന് നിൽക്കാം, നമുക്കിടയിലുള്ള ഏക തത്വത്തിലേക്ക് വരാം. അഹ്ലുൽ കിതാബുകാരായ ക്രിസ്ത്യാനികളെ, ജൂതന്മാരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ തമ്മിൽ വ്യത്യാസമില്ല, ഒരു കലിമയാണ്, ഒരു തത്വമുണ്ട്, ഒരു ഏക സംവിധാനത്തിലേക്ക്, ഒരു ഏക അഭിപ്രായത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ. ബൈനനാ വ ബൈനകും, നമുക്കിടയിൽ പരസ്പരം ഒരുമിച്ച് ഒരുമയുടെ ഐക്യത്തിലേക്ക് കടന്നു വരാം.
അതെന്താ? എന്താ നമ്മളൊക്കെ പറയുന്ന ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ലോകത്തെ ബഹുഭൂരിപക്ഷം ജനതയായില്ലേ? യൂറോപ്പ് മുഴുവൻ വന്നില്ലേ? GCC വന്നില്ലേ? മറ്റു ലോകത്തെ മുഴുവൻ ജനങ്ങളെയും, ഇന്നത്തെ കോടാനുകോടി ജനങ്ങളെ ഒരുമിച്ച് ചേർത്ത് നിർത്തിയാൽ എത്ര ജനങ്ങളുണ്ടാവും? ക്രിസ്ത്യാനികളും ജൂതന്മാരും മുസ്ലിങ്ങളും ഒരുമിച്ച് നിൽക്കേണ്ടവരാ. യഥാർത്ഥത്തിൽ സത്യതാണ്. നമ്മൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യം ഒന്ന്, അല്ലാ നഅ്ബുദു ഇല്ലല്ലാ, അല്ലാഹുവല്ലാതെ ഇബാദത്തിന് അർഹനായിട്ട് ഈ ലോകത്ത് മറ്റൊരു ഖൽഖുമില്ല. മഖ്ലൂഖ് അല്ലയാ, അല്ലാഹുവാണ് സൃഷ്ടാവ്, അല്ലാഹുവാണ് മഅബൂദ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടത്. അല്ലല്ലാ നഅ്ബുദു ഇല്ലല്ലാ വലാ നുശ്രിക് ബിഹി, അതിൽ ഒരു പങ്കും ഒരു രീതിയിലും നമ്മൾ ചേർക്കാൻ പാടില്ല. ശൈഅൻ വലാ യത്തഖിദ ബഅദുനാ ബഅദൻ അർബാബൻ മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ കൂടാതെ മറ്റു ചില രക്ഷാധികാരികളെയോ മറ്റൊന്നും സ്വീകരിക്കാതിരിക്കുക. فإن تولوا فقولوا اشهدوا بأننا مسلمون, എന്നിട്ട് ഞങ്ങളൊക്കെ മുസ്ലിങ്ങളാണ്, അത് ആ ഒരു തത്വത്തെ, ആ ഒരു സത്യത്തെ ഞങ്ങളെല്ലാം പൂർണ്ണമായി അനുധാവനം ചെയ്യുന്നു, അനുസരിക്കുന്നു എന്ന് പറയാതെന്ന് പിന്തിരിയാതെ. ഇനിയും അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, ഇതൊക്കെ പറഞ്ഞിട്ടും അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ അഹ്ലുൽ കിതാബുകാരോട്, ക്രൈസ്തവ ലോകത്തോട്, ജൂതലോകത്തോട് പറഞ്ഞേക്കുക, ഞങ്ങൾ മുസ്ലിമാണ്. ഈ മുസ്ലിം എന്നുള്ള പദം സർവാത്മന ത്യാഗത്തിൻ്റെ പൂർണ്ണമായ സമർപ്പണം, സമർപ്പിത ജീവിതമേ മുസ്ലിം. ആ പദം ഒരു പക്ഷേ അത് അറബി പദമാണ്. മുസ്ലിം എന്നുള്ള പദം അറബ് പദമാണ്. എന്നാൽ ജൂതൻ അവർ ഹീബ്രു ഭാഷയിലോ ക്രൈസ്തവ ലോകത്ത് അരാമിക് ഭാഷയിലോ ഒക്കെ അവർ സംസാരിക്കുന്ന സംസാരത്തിൽ അതിന് വേറെ പദം ഉണ്ടാവും. പക്ഷേ ആ പദം എന്താവട്ടെ, നമുക്ക് മതത്തിൻ്റെ പലപ്പോഴും നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും അറബ് പദം ഉപയോഗിക്കുമ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ആവുന്നത്. ഭാഷകളാണ് നമ്മൾ അകറ്റുന്നത്. ഭാഷക്കപ്പുറത്തേക്ക് ചേർന്ന് നിൽക്കേണ്ടത് ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിലേക്ക് ജൂതന്മാരെ, ക്രിസ്ത്യാനികളെ, മതമുള്ളവരെ, മതമില്ലാത്തവരെല്ലാവരും ചേർന്ന് നിൽക്കുക. നമുക്കിടയിൽ അതിൽ അഭിപ്രായ വ്യത്യാസമില്ലല്ലോ, ഇല്ല. ക്രിസ്ത്യാനികൾക്കും അവർ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നൊക്കെ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നല്ല, പിതാവ് എന്നിടത്തേക്ക് യഹോവയെ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും പടച്ചോനെയാ. എന്നാലാവട്ടെ അതിലൊരു പങ്കു ചേർക്കലുണ്ടായി. മറ്റൊരു ജൂതന്മാർ യഥാർത്ഥത്തിൽ തൗഹീദിൻ്റെ ആൾക്കാർ, അത് നമ്മൾ മനസ്സിലാക്കണം. അവർ ഈ കൊലയും ചോരയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവർ ഏകദൈവ വിശ്വാസികൾ. വിശ്വാസം പടച്ചവനിൽ തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. അള്ളാഹ് എന്നുള്ള അറബിക് ടേം അവർ ഉപയോഗിക്കുന്നില്ലെങ്കിലും അവരുടേതായ ദൈവം, അവർക്ക് തൽമൂദ് എന്ന് പറഞ്ഞാൽ അവർ തന്നെ വേറെ വേദഗ്രന്ഥം ഉണ്ടാക്കിയല്ലോ. അവരുടേതായ ആരാധനാ രീതികളൊക്കെ അവർ മാറ്റിപ്പണിതൊന്നും മാത്രമേ ഉള്ളൂ. പക്ഷെ അവരിപ്പോഴും ഏകദൈവ വിശ്വാസികളാന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. ഏകദൈവ വിശ്വാസികൾ. വിശ്വാസം മാത്രം പോരല്ലോ, ആമനു ആമിലു സ്വാലിയാത്ത് ആവണം. ആമനു ആമിലു സ്വാലിഹാത്തിൽ ഉള്ളിടത്തേക്ക് അവരെത്താത്തത് കൊണ്ടാണ് അവർ തിന്നുന്ന വഴിയിൽ അവർ ചെയ്യുന്ന ആമിലു സ്വാലിഹാത്തല്ലല്ലോ, ആമിലുൽ ഫസാദല്ലേ. ഭൂമിയിൽ മുഴുവൻ കുഴപ്പങ്ങളാണ് അവരുണ്ടാക്കുന്നത്. അവർ മുസ്ലിമല്ല, അവർ സൽക്കർമ്മങ്ങളല്ല ദുഷ്കർമ്മങ്ങളാ കൂടുതൽ ചെയ്യുന്നത്. ചോര ചിന്തിക്കൊണ്ട് അന്യായമായിട്ട് ആളുകളെ കൊല ചെയ്യുക, അന്യായമായിട്ട് ദേശങ്ങൾ വെട്ടിപ്പിടിക്കുക, നീതിയില്ലാത്ത ഒരു ലോകം, അള്ളാഹുവല്ലാത്ത ദർശനങ്ങളെ പിൻപറ്റിക്കൊണ്ട് ദൈവീകമായ പടച്ചറബിൻ്റെ ദീനീയായ ശരീഅത്തിനെയൊക്കെ തള്ളി അവരുടെ സ്വന്തമായിട്ടുള്ള അവരുടെ ലഹുവിലങ്ങനെ ജീവിച്ചു പോകുന്ന ഭൗതിക പൂജകരായ ഒരു ജനതയാണ് ഇസ്രായേൽ ജനത. നമ്മളത് മനസ്സിലാക്കണം. ഇന്ന് ജൂതന്മാർ എല്ലാവരും നല്ല കേട്ടോ, 100% അല്ല, ഒരു വിഭാഗം. യാ അഹ്ലൽ കിതാബ്, അല്ലയോ അഹ്ലുൽ കിതാബുകാരെ, ഇതൊക്കെ ഇതാരോടാ പറയണത്? ഇത് മക്കയിലെ ഖുറൈശികൾ, അല്ലെങ്കിൽ മക്ക മദീന ഇജാസ്, ഈ മക്ക മദീനയിലുമൊക്കെ ആ പ്രാന്ത പ്രദേശങ്ങളിലൊക്കെ ജീവിച്ചിരുന്ന ഒരുപാട് ക്രിസ്ത്യാനികൾ ഒരുപാട് പേരുണ്ട്, ഗോത്രങ്ങൾ തന്നെ ഉണ്ട്. അവരോടൊക്കെയാ വിളിച്ച് പറയുന്ന ലിമതു ഹാജൂന ഫീ ഇബ്രാഹീമ വമാ ഉൻസിലത്തിത് തൗറാത്തു വൽ ഇൻജീലു ഇല്ലാ മിൻ ബഅദി അഫലാ തഖിലൂൻ. വേദക്കാരെ, ഇബ്രാഹീമിൻ്റെ കാര്യത്തിൽ നിങ്ങളെന്തിനായി തർക്കിക്കുന്നത്? തൗറാത്തും ഇഞ്ചീലും അവതരിച്ചത് അദ്ദേഹത്തിന് ശേഷമല്ലേ? നിങ്ങളെന്താ ഒട്ടും ആലോചിക്കാത്തത്? അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ കാര്യത്തിൽ നിങ്ങൾ തർക്കിക്കണില്ലല്ലോ ഈ വിഷയം.
ഈ കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കാണോ? ഇഞ്ചിയിലും സബൂറും വന്ന പോലെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? അതുകൊണ്ട് തൗഹീദിന്റെ വഴിയിൽ ഇബ്രാഹിം അലൈഹിസ്സലാം മുസ്ലിമായിട്ട് യഥാർത്ഥ വിശ്വാസിയായി ജീവിച്ചില്ലേ? ആ വഴിയിൽ മൂസാ നബി വന്നില്ലേ? ആ വഴിയിൽ ഈസാ നബി വന്നില്ലേ? ഇഞ്ചിയിലും തൗറാത്തും ഒക്കെ പറയുന്നത് ഏകമാനവമായ തൗഹീദിന്റെ ശബ്ദമാ, സിറാത്തുൽ മുസ്തഖീം. അതാ ആ വഴിയിലേക്ക് നിങ്ങൾ വരിക. നിങ്ങളെന്താണ് ചിന്തിക്കാത്തത്? നിങ്ങളെന്താ അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാത്തത്? നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കണില്ലേ എന്ന് പറഞ്ഞിവിടെ അവസാനിപ്പിക്കുക. അള്ളാഹുവേ, സർവശക്തനായ റബ്ബേ, ഈ തൗഹീദിൻ്റെ വഴിയിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ, ഈസാ അലൈഹിസ്സലാമിൻ്റെ, മൂസ അലൈഹിസ്സലാമിൻ്റെ, ഈ അംബിയാ മുർസലുകളുടെ വഴിയിൽ ഈ വിശുദ്ധ ഖുർആൻ്റെ അഹ്ലുകാരായി ഞങ്ങളെ നീ ചേർത്ത് നിർത്തണേ യാ അല്ലാ. അള്ളാഹുവേ, ശരിയായ ഇൽമ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നിന്നോട് ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനകൾ മടുക്കാത്ത റബ്ബേ, പ്രാർത്ഥിച്ച് മടുക്കുന്ന ഞങ്ങളുടെ മനസ്സിൽ ഈമാൻ അള്ളാഹുവേ നിലനിർത്തണേ അല്ലാ. നിന്നോട് പ്രാർത്ഥിക്കാനുള്ള മനസ്സ് തരണേ അല്ലാ. അള്ളാഹുവേ, നാഫിആയിട്ടുള്ള ഇൽമ് നൽകണേ അല്ലാ. ഇഖ്ലാസോടുകൂടെ അമലുകൾ ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ റബ്ബേ. അള്ളാഹുവേ, അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാം അള്ളാഹുവേ, കേരളത്തിലെ മലയാളി മുസ്ലിങ്ങളെ പ്രത്യേകിച്ച് നീ അനുഗ്രഹിക്കണേ അല്ലാ. നീ അനുഗ്രഹിച്ചതാ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട്, നിഅമത്തുകൾ കൊണ്ട് മൂടിയിട്ടുള്ള ഒരു സമൂഹമാണ് കേരളത്തിലെ മലയാളി മുസ്ലിങ്ങൾ. ഒരുപാട് നിഅമത്ത് അള്ളാഹുവേ, സമ്പത്ത് കൊണ്ട് മാത്രമല്ല, ഇൽമു കൊണ്ട് മാത്രമല്ല, ഒരുപാട് നല്ല നല്ല മനുഷ്യരാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രത്യേകമായ നാടാ. അള്ളാഹുവേ, ഞങ്ങളുടെ നിഅമത്തുകളെ നീ തുടരണേ അല്ലാ. അതിനെ നിർത്തല്ലേ അല്ലാ. അത് തുടർച്ച ഉണ്ടാക്കണേ അല്ലാ. ഈ നാടിനെ പ്രത്യേകം അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മത്തും ബർക്കത്തും നൽകണേ അല്ലാ. അള്ളാഹുവേ, നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. ദീനിൻ്റെ ശരിയായ ഇൽമു നൽകിക്കൊണ്ട് യഥാർത്ഥ വഴിയിൽ, സിറാത്തുൽ മുസ്തഖീമായ വഴിയിൽ ജീവിപ്പിക്കണേ അല്ലാ. ഖുർആൻ്റെ അഹ്ലുകാരാക്കണേ അല്ലാ. അള്ളാഹുവേ, സ്വർഗത്തിൻ്റെ അനന്തരമെടുത്തിട്ടുള്ള സാബിഖൂൻ എന്ന് പറയുന്ന എല്ലാ മേഖലയിലും, നിസ്കാരത്തിലായാലും നോമ്പിലായാലും സക്കാത്തിലായാലും ഹജ്ജിലായാലും മറ്റെല്ലാ അമലു സ്വാലിഹാത്ത് എന്ന് പറയുന്ന നിസ്കാരങ്ങൾക്കിടയിലുള്ള ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, അങ്ങാടിയിലെ ജീവിതത്തിൽ, നടന്നു പോകുന്ന സന്ദർഭത്തിൽ, ആളുകളുമായിട്ട് ഇടപഴക്കങ്ങളിൽ എല്ലായിടങ്ങളിലും നീതി നടപ്പാക്കാൻ, തഖ്വയോടെ ജീവിക്കാൻ, നല്ല മനുഷ്യനായി ജീവിക്കാൻ അള്ളാഹുവേ തൗഫീഖ് ചെയ്യണേ അല്ലാ. നാവ് കൊണ്ട് നല്ലത് സംസാരിക്കാൻ അള്ളാഹുവേ തൗഫീഖ് ചെയ്യണേ അല്ലാ. അതിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. നാവ് കൊണ്ട് ഒരാളുടെ മനസ്സിൽ മുറിവേൽക്കുന്ന ഒരു വർത്തമാനങ്ങളും വരുത്തല്ലേ അല്ലാ. അള്ളാഹുവേ, മനസ്സ് എല്ലാറ്റിൻ്റെയും ഉറവിടം മനസ്സാണ്, കൽബാണ്. സ്വദറിൻ്റെ ഉള്ളിൽ, നെഞ്ചിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ചിന്തകളാ. അള്ളാഹുവേ, നല്ല ചിന്തകളെ ഇട്ട് തരണേ അല്ലാ. നല്ലത് മാത്രം ചിന്തിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. ദുഷിച്ച ചിന്തകളിൽ നിന്ന് ഞങ്ങളെ മനസ്സിനെ നീ ശുദ്ധീകരിക്കണേ അല്ലാ. വിശുദ്ധിയുള്ള ഹൃദയം നൽകണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ മനസ്സിനെ നന്നാക്കി തരണേ. നന്മയുള്ള മനസ്സാക്കണേ അല്ലാ. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാനുള്ള മനസ്സാക്കണേ അല്ലാ. കൂടപ്പിറപ്പുകളെ സഹായിക്കാനുള്ള മനസ്സാക്കണേ അല്ലാ. പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സാക്കണേ അല്ലാ. ദയുള്ള മനസ്സാക്കണേ അല്ലാ. അലിവുള്ള മനസ്സാക്കണേ അല്ലാ. കാരുണ്യമുള്ള മനസ്സാക്കണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബക്കാരെ, കൂടപ്പിറപ്പിനെ, കുടുംബ ബന്ധുക്കളെ, അയൽവാസികളെ, സുഹൃത്തുക്കളെയൊക്കെ പരമാവധി ഞങ്ങളാലാകുന്ന രീതിയിൽ സഹായിക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഹറാമിനെ കാണിക്കല്ലേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ മനസ്സിനെയും ഞങ്ങളുടെ ശരീരത്തെയും വിചാരങ്ങളെയും പഞ്ചേന്ദ്രിയങ്ങളെയും സിറാത്തുൽ മുസ്തഖീമായ വഴിയിൽ നീ നേരായ രീതിയിൽ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. നാളെ പരലോകത്തേക്ക് സ്വർഗപ്രവേശനം നേടിയ സത്യവിശ്വാസികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തെയും നീ ഹിദായത്തിലാക്കണേ, മുത്തഖിയാക്കണേ അല്ലാ. നിന്റെ
മുമ്പിൽ സുജൂദിൽ വീഴുന്നവരാക്കണേ അല്ലാ. നിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഒരു മടിയും അവർക്ക് വരുത്തല്ലേ അല്ലാ. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ റഹ്മത്തും ബറക്കത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ റിസ്ഖ് ഹലാലായ റിസ്ഖ് നൽകണേ അല്ലാ. ഹറാമായ റിസ്ഖ് നൽകല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ നാടിനെ അനുഗ്രഹിക്കണേ അല്ലാ. നാട്ടിലെ എല്ലാ ഞങ്ങളുടെ സംവിധാനങ്ങളിലെല്ലാം ഭരണസിരാ കേന്ദ്രങ്ങളിലെല്ലാം നല്ല മനുഷ്യരെ നീ ആക്കിത്തരണേ അല്ലാ. നല്ല ഭരണാധികാരികളെ, ജനങ്ങളോട് നീതിയോടെ പെരുമാറുന്ന, അഴിമതിരഹിതരായ, അഴിമതിയില്ലാതെ ഉത്തരവാദിത്വ ബോധമുള്ള നല്ല ഭരണാധികാരികളെ നീ നാടിനും ഈ രാജ്യത്തിനും നൽകണേ അല്ലാ. ലോകത്തെല്ലാ രാജ്യത്തും അല്ലാഹുവേ ദീനീ സേവനങ്ങളിൽ ഏർപ്പെട്ടുള്ള സത്യവിശ്വാസികൾക്ക് അല്ലാഹുവേ നീ സഹായം നൽകണേ അല്ലാ. അവരെ വഹിക്കാനാവാത്ത പരീക്ഷണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കല്ലേ അല്ലാ. അവർക്ക് അല്ലാഹുവേ നല്ല ഭക്ഷണം കൊടുക്കണേ അല്ലാ. റിസ്ഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ ദുനിയാവിലും പരലോകത്തും ഉന്നതമായ സ്ഥാനങ്ങൾ നൽകണേ അല്ലാ. നാളെ അല്ലാഹുവേ ജന്നാത്തുൽ ഫിർദൗസിൽ ലോകത്തെ എല്ലാ ഇസ്ലാമിക പ്രവർത്തകരെയും ദീനിൻ്റെ വക്താക്കളെ, പ്രയോക്താക്കളെ നീ ഒരുമിച്ച് ചേർക്കുന്ന സ്വാലിഹീങ്ങളുടെ ആ വലിയ സംഗമ ഭൂമിയില്ലേ ജന്നാത്തുൽ ഫിർദൗസിൽ, അല്ലാഹുവേ ഞങ്ങളെയും അതിൽ ചേർക്കണേ അല്ലാ. അംബിയാ മുർസലുകളുടെ പരിശുദ്ധരായ വിശുദ്ധരായ ശുഹദാക്കളുടെ ആ പാരമ്പര്യത്തിൽ ഞങ്ങളെയും നീ കണ്ണി ചേർക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ദുആകൾ സ്വീകരിക്കണേ അല്ലാ. ഇൽമിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ രോഗം കൊണ്ട് ബുദ്ധിമുട്ടിക്കല്ലേ അല്ലാ. ഖുർആന്റെ ഓരോ മജ്ലിസിലും ഓരോ ക്ലാസ് കഴിയുമ്പോൾ നിരന്തരമായ തേട്ടമാ ആരോഗ്യത്തോടെ റാഹത്തോടെ ജീവിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. രോഗിയാക്കല്ലേ അല്ലാ. കിടപ്പിലാക്കല്ലേ അല്ലാ. കുടുംബത്തിൽ ഞങ്ങളൊരു പ്രയാസമാക്കി ഞങ്ങളെ തളർത്തിക്കിടത്തല്ലേ അല്ലാ. അല്ലാഹുവേ ആരോഗ്യത്തിൽ റഹ്മത്തും ബർക്കത്തും ചെയ്യണേ അല്ലാ. സമയത്തെ പൂർണ്ണമായി ദീനിൻ്റെ വഴിയിലാക്കണേ അല്ലാ. അല്ലാഹുവേ സമയത്തെയും ആരോഗ്യത്തെയും നിൻ്റെ ദീനിൻ്റെ വഴിയിൽ ഇഖ്ലാസോടെ അമലു സ്വാലിഹാത്ത് ചെയ്ത് ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും നിന്നിലേക്ക് അടുത്തടുത്തടുത്ത് നിൻ്റെ സ്വർഗപ്രവേശനത്തിന് യോഗ്യത നേടുന്ന നിൻ്റെ അല്ലാഹുവേ നിൻ്റെ ഇഷ്ടത്തിനും തൃപ്തിക്കും പ്രാപ്തരാകുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹുവേ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا أجرنا من النار. اللهم ربنا أجرنا من النار. اللهم ربنا اغفر لنا ذنوبنا يا رب العالمين. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا تقبل منا يا رب العالمين. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.